ഹായ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ മേക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസറിൽ റെഫസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായി ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം റെഫസ് വിൻഡോസ് 11 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റെഫസ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇതിലാദ്യം വരുന്ന റെഫസ് എന്ന സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ബിറ്റ് റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് പോർട്ടബിൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ് കൊടുക്കുക. അത് ജസ്റ്റ് അപ്ഡേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് വരിക. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് വിൻഡോസ് 11 ISO ഇമേജ് ഫയലാണ്. അപ്പോൾ അത് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ വിൻഡോസ് 11 ISO വിൻഡോസ് 11 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. ഡൗൺലോഡ് വിൻഡോസ് 11 ഫസ്റ്റ് വെബ്സൈറ്റ് ഉണ്ട് മൈക്രോസോഫ്റ്റ്. അപ്പോൾ ബിഫോർ യു ബിഗിൻ ഒരു സംഭവം കാണിക്കുക. അതിൻ്റെ താഴോട്ട് പോവുക. അതിൽ ഡൗൺലോഡ് ISO ഫയൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ മൾട്ടി എഡിഷൻ ഉണ്ട്. മൾട്ടി ലാംഗ്വേജ് അല്ല, മൾട്ടി എഡിഷനാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് 64 ബിറ്റ് അങ്ങനെ നമ്മളെ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽ റിക്വയർമെൻറ്റ് കാര്യങ്ങളെല്ലാം അതിൽ പറയും. അപ്പോൾ അതിൽ കൺഫേം കൊടുക്കുക. ഇനി നമുക്കതിൽ റീജിയൻ സെലക്ട് ചെയ്യാനുണ്ടോ, ലാംഗ്വേജ് റീജിയൻ. അതിൽ ഞാനിവിടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. കൺഫേം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു 64 ബിറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഇത് ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 5.418 GB സൈസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് അത്രയും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാണ് ആ ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ സംഭവം ഓപ്പൺ ആവുന്നൊക്കെ ഉണ്ട്. ഇനി നമുക്ക് റെഫസ് ഉപയോഗിച്ച് ഇത് റൈറ്റ് ചെയ്യണം പെൻഡ്രൈവിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതിന് നമ്മൾ ക്ലോസ് ചെയ്യാം. പ്രോഗ്രാംസിൽ റെഫസ് എന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഞാനിത് റൈറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ ആ പെൻഡ്രൈവിൽ ഓൾറെഡി റൈറ്റ് ആയി കിടക്കുന്നുണ്ട്. അതുപോലെ ISO അവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അതൊരു ഡിസ്ക് പോലെ അങ്ങനെ കാണിക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. സെലക്ട് ചെയ്യാം. ISO ഫയൽ ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് പാർട്ടീഷൻ സ്കീം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. വിൻഡോസ് 11 ഇൻസ്റ്റാളേഷന് GPT സെലക്ട് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കതിൽ റിമൂവ് റിക്വയർമെൻറ്റ് 4 GB RAM, സെക്യൂർ ബൂട്ട്, TPM 2.0 ആൻഡ് റിമൂവ് റിക്വയർമെൻറ്റ് ഫോർ ആൻ ഓൺലൈൻ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്. അത് ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ചില സിസ്റ്റംസിൽ ഈ TPM 2.0 അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്.
അത് മാറ്റി വെക്കാം. അതുപോലെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്തിട്ട് കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതും കുറച്ചൊരു സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫാസ്റ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ദിസ് പി സി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷൻ വീഡിയോ, വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.